തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കാനിംഗ് പിഴവെന്നു പരാതി. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ യുവാവിന് നൽകിയ സ്കാനിംഗ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് വയറ്റിൽ ഗർഭപാത്രം കണ്ടെത്തിയെന്നാണ്. കഴക്കൂട്ടം സ്വദേശി ഷിഹാസിനാണ് പരിശോധനാ റിപ്പോർട്ട് മാറി നൽകിയത്. ഇത് ചോദ്യം ചെയ്തപ്പോൾ തെറ്റിദ്ധരുത്തി പുതിയ റിപ്പോർട്ട് നൽകി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പോലീസിനും ഷിഹാസ് പരാതി നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആഷിഖ് റഹ്മാനുണ്ട്. ആഷിഖ്, സംഭവിച്ചത് ഗുരുതരമായ പിഴവാണ്. ഒരു സ്കാനിംഗ് റിപ്പോർട്ട് അപ്പാടെ മാറി നൽകുക, അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിൽ ആശുപത്രി ജീവനക്കാർ മോശമായി പെരുമാറുക, എന്തായാലും പരാതി നൽകാനാണല്ലോ ഈ ചെറുപ്പക്കാരൻ്റെ തീരുമാനം. എന്താണ് ഈ പരാതിയുടെ പൂർണ്ണ രൂപം? എന്താണ് അദ്ദേഹം പറയുന്നത്? അരുണ്യ, കഴക്കൂട്ടം നെഹ്റു ജംഗ്ഷൻ സ്വദേശി ഷിഹാസിനാണ് ഇത്തരത്തിലൊരു ദുരനുഭവം മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി 16-നാണ് കടുത്ത വയറുവേദന മൂലം ഷിഹാസ് മെഡിക്കൽ കോളേജിലെത്തുന്നത്. തുടർന്ന് കിഡ്നിയിലെ കല്ലാകാം എന്ന സംശയത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു സ്കാനിങ് കൊടുക്കുന്നു. പിറ്റേന്ന് ഫെബ്രുവരി 16-നാണ് ഈ സ്കാനിങ് ചെയ്യുന്നത്. തുടർന്നാണ് ഈ സ്കാനിങ് റിപ്പോർട്ട് പിന്നീട് ആദ്യഘട്ടത്തിൽ ഷിഹാസ് കൈപ്പറ്റിയിരുന്നില്ല. കാരണം ഗുളിക കഴിച്ചതിനെ തുടർന്ന് ഈ ഷിഹാസിൻ്റെ രോഗം ഭേദമായിരുന്നു. തുടർന്ന് ഇത് റിപ്പോർട്ട് കൈപ്പറ്റിയിരുന്നില്ല. പിന്നീട് ഇന്ന് ഐരാണിമറ്റത്തെ ഒരു ഹോമിയോ ഡോക്ടറെ കാണിക്കാൻ എത്തിയ സമയത്താണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കണ്ട് ഡോക്ടർ ഞെട്ടിയത്. കാരണം ഈ ഷിഹാസിൻ്റെ പേരിൽ മെഡിക്കൽ കോളേജിൽ നൽകിയ ഈ സ്കാനിങ് റിപ്പോർട്ടിലുള്ളത് ഒരു ഗർഭിണിയുടെ റിപ്പോർട്ടാണ്. അത്തരത്തിൽ ഗർഭവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഈ ലഭിച്ചത്. ഇത് കണ്ട് യഥാർത്ഥത്തിൽ ഡോക്ടർ ഞെട്ടി. കാരണം ഈ പേര് ഷിഹാസ് എന്ന് തന്നെയാണ്, പക്ഷേ ആ റിപ്പോർട്ടിലുള്ളത് ഒരു ഗർഭിണിയുടേതായ ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ്. തുടർന്ന് ഈ റിപ്പോർട്ടുമായി ഷിഹാസ് നേരെ ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു. ആ സമയത്ത് ഈ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ആളുകൾ ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തോട് ചൂടാവുകയാണ്. കാരണം ഇത്തരത്തിൽ എന്താണ് ഇങ്ങനെ വിഷയമെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹത്തോട് മോശമായി പെരുമാറുകയും അത് ഈ ഷിഹാസിൻ്റെ ഉമ്മയും കൂടെ ഉണ്ടായിരുന്നു. ഉമ്മയെ അസഭ്യം പറഞ്ഞു എന്നടക്കമുള്ള പരാതിയാണ് ഇപ്പോൾ ആ ഷിഹാസ് ഉന്നയിക്കുന്നത്. പിന്നീട് അവിടെയുള്ള ഒരു ഡോക്ടർ പിന്നീട് അവർ ഈ റിപ്പോർട്ട് റിപ്പോർട്ട് എടുത്ത് ഉള്ളിൽ പോയ ശേഷം പുതിയ റിപ്പോർട്ട് ഷിഹാസിന് കൈമാറി. പഴയ റിപ്പോർട്ട് അവരെടുത്തു വെച്ചു. ശേഷം പുതിയ റിപ്പോർട്ടാണ് കൈമാറിയത്. പിന്നീട് ഇതിനുശേഷം ഈ ഉദ്യോഗസ്ഥരോട് എന്താണ് ഇങ്ങനെ മാറി നൽകാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഇവർ മോശമായി പെരുമാറിയെന്നും ഷിഹാസ് പറയുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിനും ഇതുപോലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു വീഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരാളുടെ പേരിലാണ് ഇത്തരത്തിലൊരു സ്കാനിങ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കാരണം മറ്റൊരാളുടെ സ്കാൻ റിപ്പോർട്ട് നൽകുകയാണെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഇത്തരത്തിലൊരു സ്കാൻ റിപ്പോർട്ട് നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹവും പറയുന്നത് ഇത്തരത്തിൽ ഫെബ്രുവരി 16 താൻ എത്തി ആദ്യഘട്ടത്തിൽ ഈ വയറുവേദന ഉണ്ടായ സമയത്ത് കിഡ്നിയിലെ കല്ലാകുമെന്ന് കരുതിയാണ് പരിശോധന നടത്തിയത്. പിന്നീട് ആ വയറുവേദന മാറിയപ്പോൾ താൻ അത് പിന്നെ ഗൗനിച്ചില്ല. പിന്നീട് ഇന്ന് വീണ്ടും പരിശോധനയ്ക്ക് ഒരു ഹോമിയോ ഡോക്ടറെ കാണാൻ പോയ സമയത്താണ് ഇത്തരത്തിൽ ഒരു ഗുരുതരമായ പിഴവ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജ് പോലീസിനും സൂപ്രണ്ടിനും പരാതി നൽകിയിട്ടുണ്ട്. അതിൽ തുടർനടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയിലാണ് ഷിയാസ് പറയുന്നത്. അരുണ്യ. ശരി, ആഷിഖ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.